ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ തിരുവനന്തപുരത്ത് ബൈക്ക് മോഷണ കേസ് പ്രതിയെ കസ്റ്റഡിയിൽ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. 4 പോലീസ് ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ. ഗ്രേഡ് SI, ASI, 2 CPOമാർ എന്നിവർക്കാണ് സസ്പെൻഷൻ. പ്രാഥമികാന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഈ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 4 പോലീസുകാർക്ക് സസ്പെൻഷൻ എന്ന വാർത്ത, എന്താണ് വിശദാംശങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കസ്റ്റഡി മർദ്ദനത്തിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഗ്രേഡ് SIയും ഒരു ASIയും 2 CPOമാരും ഉൾപ്പെടെ 4 പോലീസ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 4 പേരും കുറ്റക്കാരാണ് എന്നുള്ള, അല്ലെങ്കിൽ ഇവർക്കെതിരായിട്ടുള്ള ഉയർന്നിരിക്കുന്ന പരാതി കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ സസ്പെൻഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ പുറത്തുവരുന്നത്. ഇവർക്കെതിരെ അന്വേഷണം നടത്തിക്കൊണ്ട് എത്രയും വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുവരെ എന്തായാലും ഇവർ സസ്പെൻഷനിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഇവർ 4 പേരും ചേർന്നുകൊണ്ട് 2 ഘട്ടങ്ങളിലായി, അതായത് 3 പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ഒരു ASIയും 2 CPOമാരും എറണാകുളത്തേക്ക് ചെന്ന് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത്, അതായത് ജിനുവിനെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് ജിനുവിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നുള്ളൊരു കണ്ടെത്തൽ നേരത്തെ ഫോർട്ട് ACP നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഫോർട്ട് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന സമയത്ത് ജിനുവിനെ ഗ്രേഡ് SI ആയിട്ടുള്ള ശ്രീകുമാറും സ്റ്റേഷനിലിട്ട്, അതായത് സെല്ലിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സേനയ്ക്ക് കളങ്കമുണ്ടാക്കിയ സംഭവമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഈ 4 പേരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 4 പേർക്കെതിരെ കൂടുതൽ നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം വകുപ്പുതല അന്വേഷണത്തിന് നിർദ്ദേശിക്കുന്നതിന്റെ അർത്ഥം തന്നെ ഇനിയിപ്പോൾ ഇവർക്കെതിരായിട്ടുള്ള ആരോപണം വളരെ വിശദമായി പരിശോധിച്ചുകൊണ്ട് കൂടുതൽ നടപടിക്കുള്ള സാധ്യത കൂടി തേടുകയാണ് എന്നുള്ളതാണ്. അതിനിപ്പോൾ കൂടുതൽ CCTV ദൃശ്യങ്ങൾ, സ്റ്റേഷനിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും എറണാകുളത്ത് കസ്റ്റഡിയിലെടുക്കാൻ പോയ സമയത്തെ CCTV ദൃശ്യങ്ങളും അടക്കം ശേഖരിച്ചുകൊണ്ടായിരിക്കും ഇതിന്റെ അന്വേഷണം നടക്കുക. മാത്രമല്ല, നേരത്തെ ശരൺ റിപ്പോർട്ട് ചെയ്തതുപോലെ അവിടെയുള്ള ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരന് പോലും ഈ പോലീസിന്റെ അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് അടക്കം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇനിയിപ്പോൾ വകുപ്പുതല അന്വേഷണം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും കസ്റ്റഡി മർദ്ദനത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേരത്തെ വലിയ രീതിയിൽ അത് വിമർശനത്തിനിടയാക്കും, പ്രതിപക്ഷം ഏറ്റെടുക്കുമെന്നുള്ള സംഭവം കൂടിയുണ്ട്. ഇപ്പോൾ 4 പോലീസുകാർക്കെതിരെ വളരെ വേഗം തന്നെ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഹരി മോഹൻ.